ഹലോ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് നജു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു നെണ്ട് ഐസൊന്നും ഇടാത്ത നല്ല കടപ്പുറത്തുനിന്ന് കിട്ടിയിട്ടുള്ള നെണ്ടാണ്. അപ്പോൾ ഇത് യൂസ് ആക്കിയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടൊരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കി നോക്കാം. വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കടപ്പുറത്തുനിന്ന് കിട്ടിയ നെണ്ടായത് കാരണം ഇതിന് ജീവൻ ഫുള്ളായിട്ടും പോയിട്ടില്ല. അത് ഉപ്പുവെള്ളത്തിൻ്റെ ആ ഒരു ഇത് കഴിയുന്ന സമയത്താണ് ഇതിൻ്റെ ജീവൻ പോകും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലീൻ ആക്കിയെടുക്കാം. ഇത് ചെറിയ സൈസ് ഞണ്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ആക്കി എടുക്കുന്നത് നോക്കാം. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നതും കൂടെ നോക്കാം. അപ്പോൾ ഇത് ക്ലീൻ ആക്കി എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ ഈ കാലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതായത് ഈ ഒരു ചിറക് പോലുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുക. കാലുകളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ പുറന്തോട് ഒഴിവാക്കുക. അതിന് വേണ്ടിയിട്ട് ഞണ്ടിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു കുഴി പോലെയുള്ള സ്ഥലമുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ പുറഭാഗം ഒന്ന് റിമൂവ് ആയി കിട്ടും. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റുകളും അതൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുത്തിട്ട് ഇതുപോലെ സെൻറ്ററിലൂടെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഞണ്ടുകളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതാക്കി എടുക്കാനുള്ളത് ചെറുതാക്കി ഒന്ന് എടുക്കുന്നുണ്ട്. ഇനി ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചെറിയുള്ളിയാണ്. അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 10-15 എണ്ണത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് 2 സവാളയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് മീഡിയം സൈസ് സവാളയാണ്. അതൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വഴറ്റാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 തക്കാളിയും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. 2 മിനിറ്റിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക. മസാലകളുടെ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഗരം മസാലയാണ്. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ്. അപ്പോൾ അത് ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയുടെ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് നേരത്തെ ക്ലീനാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മസാലയിൽ കിടന്ന് ഞണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരട്ടെ. അതിനുശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക.
ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് മാത്രം ചുടുവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. ഈ ഞണ്ടൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റായി വരട്ടെ. ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്യുക. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റൊക്കെ കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോഴേക്കും ഞണ്ടൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരും. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വറ്റി വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് വറ്റിയിട്ട് ഡ്രൈ ആയി വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ കരിവേപ്പില ഉണ്ടെങ്കിൽ കരിവേപ്പില ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കാരണമാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്കും ടേസ്റ്റിയാണ്. ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.